2 സ്പൂൺ റാഗി വെച്ചിട്ടുള്ള അടിപൊളിയായ ഒരു സൂപ്പാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലും. ഒരു നോൺ സ്റ്റിക്ക് അടുപ്പത്ത് വെച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മെൽറ്റായപ്പോഴത്തേക്ക് പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സെക്കൻഡ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സവാളയുടെ പകുതിയാണ് അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് 2 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. ഇതൊന്നും മൂത്ത് പോകരുത്. ഇതിൻ്റെ പച്ചച്ചുവകളെല്ലാം ഒന്ന് മാറിയാൽ മാത്രം മതിയാകും. എല്ലാ പച്ചക്കറിയുടെ നിറവും മാറിപ്പോകരുത്. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ബീൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റിൻ്റെ പകുതി അതും ചേർത്ത് കൊടുത്തു. ഒരു ക്യാപ്സിക്കത്തിൻ്റെ 4/1 ഭാഗം അതും കൂടി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയുടെ പകുതി അതും എടുത്തു. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരല്പം ക്യാബേജ് ഉണ്ടായിരുന്നു. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് സ്വീറ്റ് കോണാണ്. അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തു. ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തിനും വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി സൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയൊക്കെ ഒന്ന് ഇതിൽ കിടന്ന് ഈ ബട്ടറിൽ കിടന്ന് തന്നെ ഒന്ന് എല്ലാം യോജിച്ച് ഒന്ന് ശരിയാകട്ടെ. അപ്പോഴത്തേക്ക് അതിനുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഒരു സെക്കൻഡ് പാത്രം അടച്ചു വെച്ചൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു റാഗി കുറുക്കി കലക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഈ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കട്ടയില്ലാതെ ഒന്ന് എടുത്തു വയ്ക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇന്ന് ഇപ്പോൾ 2 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പം നല്ല വാസനയൊക്കെ വന്നു തുടങ്ങി. ബട്ടറിൽ കിടന്നുകൊണ്ട് പച്ചക്കറിയൊക്കെ ഒന്ന് വാടിയതിൻ്റെ വാസനയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സൂപ്പിന് ആവശ്യമായ വെള്ളം. അപ്പോൾ ഞാൻ മൊത്തം 2 കപ്പാണ് ഉപയോഗിക്കുന്നത് വെള്ളം. അപ്പോൾ 1 കപ്പ് ചേർത്ത് കഴിഞ്ഞു. 1 കപ്പ് വെള്ളത്തിനകത്ത് റാഗി കലക്കിയും വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് റാഗി ചേർത്ത് കൊടുക്കാം. റാഗി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം നേരം കൂടി വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കേണ്ടതാണ്. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പാത്രം അടച്ചു വെച്ചൊന്ന് ഒരു 2 സെക്കൻഡ് നേരം വീണ്ടും ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. അപ്പം ആവശ്യത്തിന് കൊഴുപ്പൊക്കെ ആയിക്കഴിഞ്ഞു. നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതും ചേർത്തു. മല്ലി ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. നമ്മുടെ സൂപ്പ് റെഡി ആയിക്കഴിഞ്ഞു. വളരെ ടേസ്റ്റിയായ സൂപ്പാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനലിലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പം ഞാനിടുന്ന വീഡിയോയൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.